ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം. വെനിസുലയിലെയും വടക്കൻ ജപ്പാനിലെയും ഒക്കെ ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡനാവോ ദ്വീപിലാണ് ഭൂചലനം ഉണ്ടായത്. 6.60 തീവ്രത രേഖപ്പെടുത്തി. 2 ആഴ്ചകൾക്ക് മുൻപ് ഭൂചലനമുണ്ടായ അതേ സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായത്. സായികുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായികുമാർ, അപകടത്തിൽ അത്യാഹിതം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അരുൺകുമാർ, ഇതിപ്പോൾ രണ്ടാമത്തെ രാജ്യമാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ വലിയ ഭൂകമ്പത്തിന്റെ ഞെട്ടലിലേക്ക് പോകുന്നത്. നിലവിൽ തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡനാവോ ദ്വീപിൽ ശക്തമായ ഭൂചലനം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വന്നത്. ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ശക്തമായ ഭൂചലനം തന്നെയാണ്. 6.5 മുതൽ 6.7 വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. സാരംഗിനി തീരത്ത് നിന്ന് ഏകദേശം 21 കിലോമീറ്റർ മാറി പസഫിക് സമുദ്രമാണ് ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. സമുദ്രത്തിൻ്റെ അങ്ങേ അടിത്തട്ടിലാണ് ഭൂചലനം ഉണ്ടായത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കരയിൽ വലിയ ഒരു നാശനഷ്ടം ഉണ്ടാകാത്തത് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ കൂടി വരികയും ചെയ്യുന്നുണ്ട്. നിലവിൽ സുനാമി മുന്നറിയിപ്പ് ഒന്നും നൽകിയിട്ടുമില്ല. ഇത്ര തീവ്രതയിൽ ഭൂചലനം ഉണ്ടാകുമ്പോൾ സാധാരണ സുനാമി മുന്നറിയിപ്പ് നൽകുന്നതാണ്. പക്ഷേ നിലവിൽ അത്തരം ആശങ്കകൾ ഇല്ല എന്നാണ് രാജ്യം പറയുന്നത്. നേരത്തെ 2 ആഴ്ച മുമ്പ് ഇതേ ഇടത്ത് തൊട്ടടുത്ത് തന്നെ ഭൂചലനം ഉണ്ടാവുകയും വലിയ നാശനഷ്ടമൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. അന്ന് ഏകദേശം 81-ലധികം ആളുകൾ മരിക്കുകയും 1300-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഭൂചലനം ഉണ്ടാകുന്നത്. ഇതിലെന്തായാലും നിലവിൽ യാതൊരു വിധത്തിൽ ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഫിലിപ്പീൻസ് മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഡോക്ടർ അരുൺകുമാർ സായിയാണ് വിവരങ്ങൾ നൽകിയത്. ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ഫിലിപ്പീൻസിലാണ്. നേരത്തെ വെനിസുലയിലെ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ കുത്തനെ ഉയർന്നു. 589 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. 2980 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. സായി തന്നെ തുടരുന്നുണ്ട്. സായി, വെനിസുലയിലെ ഭൂചലനത്തിൽ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇപ്പോഴും കണ്ടുകിട്ടാനുള്ളതെന്ന് പറയുന്നു. മരണസംഖ്യ കുത്തനെ ഒറ്റ ദിവസം കൊണ്ട് 500-ലേക്ക് എത്തിയിരിക്കുകയാണോ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, മരണസംഖ്യ കുത്തനെ ഉയരുകയാണ്. ഏകദേശം 600-നടുത്തേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അത് 2000 വരെ ഉയർന്നേക്കാം എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. കാരണം അത്രമേൽ അധികം ആളുകളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഉയർന്ന കെട്ടിടങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ, അവിടങ്ങളിലേക്കൊക്കെ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും റോഡ് ഒക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ എത്താതെ പലയിടങ്ങളും ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കുത്തനെ ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലുകൾ, വീടുകൾ എന്നിവ പൂർണ്ണമായോ ഭാഗികമായിട്ടോ ഒക്കെ ഒരു നാട്, പല നാടുകളും പല ഗ്രാമങ്ങളും അപ്പാടെ തകർന്ന തരിപ്പണമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടങ്ങളിൽ നിന്നൊക്കെ ഏത് വിധേനയും ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.